ഓഫീസിലൊക്കെ പോകുമ്പോൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ മേക്കപ്പ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, മേക്കപ്പ് ചെയ്യണതിന് മുമ്പ് സ്കിൻ കെയർ മസ്റ്റ് ആട്ടോ. ഇത് ക്ലാരൻസിന്റെ ഡബിൾ സെറം ആണ്. നമ്മുടെ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ ആന്റി ഏജിങ് ആണ്. സ്കിൻ നല്ല ഗ്ലോ ആയിട്ടിരിക്കും. മേക്കപ്പിന് മുമ്പ് ഡബിൾ സെറം അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു നാച്ചുറൽ ഗ്ലോയും കിട്ടും. മേക്കപ്പ് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം ഞാൻ പ്രൈമറും കൺസീലറും ഒന്നും ഇടുന്നില്ല. പെട്ടെന്ന് റെഡിയായി പോകാനായിട്ട് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ബെനിഫിറ്റിൻ്റെ ഈ ഫൗണ്ടേഷനാണ്. ഇതിൽ പ്രൈമർ ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ കൺസീലർ കുറച്ച് കവറേജ് ഉള്ളതുകൊണ്ട് കൺസീലർ പോലെ എഫക്റ്റ് ഉണ്ടാവും. ഈ ഒരു ക്വാണ്ടിറ്റിയെ ഞാൻ എടുക്കുന്നുള്ളൂ. ഡി ആർട്ടിൻ്റെ ഈ ബ്യൂട്ടി ബ്ലെൻഡർ ആട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇത് ഒരിക്കലും നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് വളരെ തിന്നായിട്ട് ലെയർ അപ്പ് ചെയ്താൽ മതി. നമുക്കൊരു ഓവർ മേക്കപ്പ് ഫീലും തോന്നത്തില്ല. നമ്മൾ ഫിൽറ്റർ ഒക്കെ ഇട്ട പോലെ, ഇപ്പം ഞാൻ ഫോണിൽ ഫിൽറ്റർ ഇട്ടിട്ടില്ല, പക്ഷേ ഇപ്പം ഫിൽറ്റർ ഇട്ട പോലത്തെ ഒരു ഫിനിഷാണ് വരുന്നത്. ഇത് ലോങ് ലാസ്റ്റിങ്ങും വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഫൗണ്ടേഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സെറ്റിംഗ് സ്പ്രേയോ സെറ്റിംഗ് പൗഡറോ ഒന്നും ആവശ്യമില്ല. കാരണം ഇത് ഓൾറെഡി നല്ല ബ്ലറി ഒരു പൗഡറി ഫിനിഷാണ് വരുന്നത്. നമുക്കൊരു നീറ്റ് ലുക്ക് തരുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യണ്ട. ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓവർ മേക്കപ്പ് ഫീൽ ചെയ്യും. ബെനിഫിറ്റിൻ്റെ ഐബ്രോ പെൻസിലാണ്. ഗൂഫ് പ്രൂഫ് വെച്ചിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതാകുമ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഐബ്രോ പെൻസിലാണ്. പെട്ടെന്ന് കഴിയും. ജസ്റ്റ് ഫില്ല് ചെയ്യുക. ഐബ്രോസ് ഫില്ല് ചെയ്യും. ഞാൻ എപ്പോഴും വീഡിയോസിൽ പറയാറുണ്ട്, ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യരുത്. നിങ്ങളെ ഐബ്രോസിൻ്റെ തിക്നെസ് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടുന്ന് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഷേപ്പ് ചെയ്യുക. ആ കോമ്പ് വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ വരച്ചിട്ടുള്ള പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ കോമ്പ് ചെയ്യുമ്പോൾ ബ്ലെൻഡ് ആവും. കണ്ടോ, നല്ല നാച്ചുറലായിട്ടിരിക്കും. ഐഷാഡോ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള അർമാനിയുടെ ഈ ഐഷാഡോ ആണ്. ഇതിൻ്റെ പേരൊക്കെ പോയിട്ടാ. ഇതൊരു പിങ്ക് ഷെയ്ഡാണ്. ഞാൻ ഒരു പ്രാവശ്യം വീഡിയോയിൽ ഇതിൻ്റെ ഒരു ഗോൾഡൻ ഷെയ്ഡ് കാണിച്ചായിരുന്നു. ഇത് ലൈറ്റ് ഷിമ്മറുള്ള ടൈപ്പാണ്. കണ്ടോ, ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ഐ മേക്കപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതുപോലെ ബ്രൗൺ ഷെയ്ഡ് വേണമെങ്കിൽ കൊടുക്കാം. ഇത് എൻ്റെ മേക്കപ്പ് റെവല്യൂഷൻ്റെ ഒരു ബ്രോൺസ് ഷെയ്ഡാണ്. അത് ജസ്റ്റ് വെച്ചിട്ട് ഞാൻ ഒന്ന് സ്മോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ അതിൻ്റെ മുകളിൽ കൂടെ നമ്മുടെ ഈ ബ്ലാക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്താൽ മതി. മറ്റേ ഐലൈനറൊക്കെ എഴുതത്തില്ലേ നമ്മൾ, മറ്റേ എന്താ പറയുക ഡാസലിൻ്റെയൊക്കെ, അതിൻ്റെയൊക്കെ ട്രെൻഡ് കഴിഞ്ഞു. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് ചെയ്യുക, ദെൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഒരു ചെറിയൊരു സ്മോക്കി ഫിനിഷ്. കണ്ടോ, ഐ മേക്കപ്പ് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ടാവും. നമ്മൾ ഓവറായിട്ട് ഐ മേക്കപ്പ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ലൈറ്റായിട്ട് കൊടുത്തിട്ടുള്ളൂ. താഴെയും കൂടി ജസ്റ്റ് ഒന്ന് സ്മോക്ക് ചെയ്ത് കൊടുക്കാം. കോർണറിൽ മാത്രമാണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത്. മസ്കാര ഓഫ്കോഴ്സ് എൻ്റെ ബെനിഫിറ്റിൻ്റെ ബാഡ് ഗേൾ മസ്കാരയാണ്. ല്ലേ, ഇതിന് ഒരുപാട് ഫാൻസ് ഉണ്ട് കേട്ടോ ഈ മസ്കാരയ്ക്ക്. കാരണം ഇതിങ്ങനെ പൊടിഞ്ഞ് താഴത്തേക്ക് വീഴില്ല. ചില മസ്കാര നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ ഡ്രൈ ആയി കഴിയുമ്പോൾ പൊടിഞ്ഞ് ഈ കണ്ണിൻ്റെ താഴത്തൊക്കെ വീഴും. അങ്ങനത്തെ ഒരു പ്രശ്നമില്ലാത്ത മസ്കാരയാണത്. ഇനി നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്യാം. ബ്ലഷ് ഞാൻ പുതിയൊരു ബ്ലഷ് കാണിച്ചു തരാം. ഇത് എൻ്റെ ബെനിഫിറ്റിൻ്റെ ജ്യൂസ്റ്റിക്കിൻ്റെ ബ്ലഷാണിത്. അടിപൊളിയാട്ടോ, സൂപ്പർ സാധനം. നമുക്ക് ഒരുപാട് എന്താ പറയുക ഓവറായിട്ടുള്ള ഗ്ലോ ഇല്ല. അതായത് ഓയിലി ഫിനിഷുള്ള ഗ്ലോ അല്ല, ഒരു നാച്ചുറൽ ഗ്ലോയാ തരുന്നത്. ജസ്റ്റ് ഇട്ട് കാണിച്ചു തരാം. ഒരു പീച്ച് ഷെയ്ഡാട്ടോ. മീഡിയം സ്കിൻ ടോണുള്ള ആൾക്കാർ പീച്ച് ഷെയ്ഡ് ബ്ലഷ് ഇടുന്നത് കുറച്ചും കൂടി ഫേസ് ഒന്ന് ബ്രൈറ്റ് ആക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. കണ്ടോ, നമ്മൾ പിങ്ക് ഇടുമ്പോൾ ചിലപ്പോൾ ഫേസിൽ ഡാർക്ക് സ്പോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ആ പിങ്ക് ഷെയ്ഡ് ഡമ്പായിട്ട് ഒരു മാതിരി നമുക്ക് ഇടി കിട്ടിയ പോലത്തെ ഒരു ഫീൽ വരും. പക്ഷെ പീച്ച് ഷെയ്ഡ് ആകുമ്പോൾ കണ്ടോ നല്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു ബ്ലഷ് ആയിട്ടിരിക്കും. കണ്ടോ, ഞാൻ ലിപ് ബാം ഇട്ടിട്ടുണ്ടായിരുന്നു. ഫൈനലി നമ്മുടെ ജേഡ് റോസ്, നൈക്കയുടെ ജേഡ് റോസ്. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്കൊരു പൊട്ടുകുത്താൻ മാത്രം ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സാധനമാണ് ലവ് ചേഡ് മസാബയുടെ ഈ ഐലൈനർ. ഓക്കെ, അപ്പം 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് പോവാം. ഈ മേക്കപ്പ് ഫുൾ ഡേ, അതായത് 24 hours ഈ മേക്കപ്പ് ലാസ്റ്റ് ചെയ്യും. അപ്പം നമുക്കിനി വേറെ സെറ്റിംഗ് സ്പ്രേയോ അല്ലെങ്കിൽ സെറ്റിംഗ് പൗഡറോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നാച്ചുറലായിട്ട് ഒരുപാട് മേക്കപ്പ് ഒന്നും ഇല്ലാണ്ട് നാച്ചുറലായിട്ട് ഇങ്ങനെ പോവാം. ഈ പ്രോഡക്റ്റ്സിൻ്റെയൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ലിങ്ക് അയച്ചു തരാം. ഓക്കെ, ബൈ.